ഹൈ എല്ലാവർക്കും നമസ്കാരമുണ്ട്. എവിടെ ഒന്നോ രണ്ടോ പേര് പറഞ്ഞോളൂ. എല്ലാവർക്കും നമസ്കാരമുണ്ടേ. അപ്പോഴും മിണ്ടാനൊരു വിഷമം. 3 മണിക്ക് വന്നിരിക്കുന്നതല്ലേ, വിസ്കണ്ട. വാ, ഒരു കയ്യടി ആവാന്ന. അവ്യക്തം മൃദോ പ്രതകടം മൃതസ്യാഹ. വല്ലതും മനസ്സിലായോ? മനസ്സിലാവും. ഇനി അർത്ഥമില്ല, വെറുതെ പറഞ്ഞാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാൾ ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടാവേ. ഏതാ പോണ? അതിൻ്റെ ഓണർ അവിടെ ഉണ്ടോ? അവിടെ ഒരു കിണറൊക്കെ ഉള്ളതാണ്. ഒരു കയ്യടി ആ വിദ്യാർത്ഥിക്ക് കൊടുത്തേ. ഒന്നും അറിഞ്ഞിട്ടില്ല. ശങ്കദൗമ്യകം ടൺ. കുഴപ്പമില്ല, അതിൻ്റെ ഉത്തരവാദിത്തം വിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാമല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇയാൾ ചാക്യാരാണോ എന്നൊരു സംശയം ഉണ്ടാവേ. എന്താണെന്ന് വെച്ചാൽ രാജാവിനെ പോലും ആക്ഷേപിക്കാൻ കഴിവുള്ള ആളുകളാണ് ചാക്യാരന്മാർ, അറിയാലോ. അപ്പോൾ ചിന്തിക്കേണ്ടാവും, ഞങ്ങളുടെ ഈ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ പാത്രമംഗലം എന്ന് പറയുന്ന നല്ല മനസ്സുകൾ തിങ്ങിപ്പാർക്കുന്ന ആ നല്ല നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ആക്ഷേപിക്കുമോ എന്നൊരു സംശയമുണ്ടോ? ആരും ആക്ഷേപിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ പഴയ കാലത്തൊക്കെ ആക്ഷേപിച്ചാലും വലിയ കുഴപ്പമില്ല. ഇന്നൊക്കെ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് പക്കിന് കുത്തിടണേന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ആ മതിലുമിരിക്കണം മുതലൊക്കെ നോക്കി ടൺ പുറകോട്ട് പോകാണ്ട് നോക്കിക്കോളൂ. കോതമംഗലം ടൺ. ഒരു കയ്യടി അവർക്ക് കൊടുത്തേ അല്ലേ? ആയിക്കോട്ടെ. കുഞ്ഞാവകളെ മൊബൈലിൽ എടുക്കണ്ട കിട്ടണ്ടോ? ഒരു കയ്യടി വിദ്യാർത്ഥിമാർക്ക് കൊടുത്തേ. എന്താണെന്ന് വെച്ചാലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും. ഉമ്മറം മാത്രം അതിൽ പെടാവൂ. ഉമ്മറം തന്നെ കാണാൻ വലിയ ഭംഗിയില്ല. ചിരിക്കട ചിരി വയ്ക്കുകയല്ലേ. എന്താണെന്ന് വെച്ചാലേ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ അഹോരാത്രം കഷ്ടപ്പെട്ട 1-2 ആളുകളല്ല, ഒരു നാട് തന്നെ ഉണ്ടാവണം, വേണ്ടേ? എന്തായാലും ഇങ്ങനെ ഈ പ്രവാസ ലോകത്തുള്ള ആളുകൾ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട് അവരോട് കടപ്പെട്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ദുരന്തങ്ങൾ ഓരോന്ന് വന്നപ്പോഴും ഏറ്റവും മുമ്പിൽ നിന്ന് നമ്മുടെ നാടിനെ കൈപ്പിടിച്ചുയർത്താനുള്ള പ്രവാസി സുഹൃത്തുക്കൾ ഇല്ലേ? ലോഡ് കണക്കിന് സാധനങ്ങളെ പ്രവാസ ലോകത്തു നിന്നൊക്കെ വന്നേ ഇവിടെ. എന്തായാലും ഓരോ പ്രവാസികളും സ്വപ്നം കാണും, പാട്ടിലൊക്കെ പാടും. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. എല്ലാ പ്രവാസിയുടെയും മനസ്സിലുണ്ടെന്നേ, എൻ്റെ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇവിടെ ആ പ്രാസംഗികം പറയണ്ടായി. അന്ന് ചാക്യാരൊക്കെ ഇവിടെ വരാൻ കാരണക്കാരായ 2 പേര്, അഷ്റഫുകയും യൂസഫുകയും. ഒരു കയ്യടി അവർക്ക് കൊടുത്തേ. കാര്യം എന്താ വെച്ചാലേ ഇല്ലേ, അവർ സ്വപ്നം കാണുക മാത്രമല്ല, അത് ഇമാജിൻ ചെയ്തു എന്നാ പറയാ. ലോ ഓഫ് അട്രാക്ഷൻ, അതിനെക്കുറിച്ച് പഠിക്കണേ. ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ വർഷങ്ങൾക്ക് മുമ്പേ കാണാണ് ഒരു നാടിനെ ഞാൻ ഗിന്നസ് ബുക്കിൽ കയറ്റണതും ഇതിവിടെ നിന്ന് പുരസ്കാരങ്ങൾ ഇങ്ങനെ വാങ്ങണതൊക്കെ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാക്കിയില്ലേ? ഇങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഒരു നാടിനെ മുന്നോട്ട് നയിക്കാനായിട്ട് വന്നിരിക്കണം. അപ്പോൾ ഇപ്പം തന്ന കയ്യടി പോരാ അല്ലേ? നമ്മുടെ തൃശ്ശൂർ ജില്ലയല്ലേ? തൃശ്ശൂർ ജില്ലയാണ് കുട്ടികൾക്ക് സ്വർണ്ണക്കപ്പൊക്കെ കിട്ടി, അറിഞ്ഞോ? സ്വർണ്ണക്കപ്പൊക്കെ കിട്ടി. അപ്പോൾ ആ കുട്ടികൾക്കും കൂടിയുള്ള ഒരു അഭിനന്ദനമായിട്ട് ഇപ്പം തന്ന കയ്യടി കൂടാതെ ഒരു പടക്കം പൊട്ടണ രീതിയിൽ ഒരു കയ്യടിയെ കൊടുത്തേ. പടക്കം പൊട്ടണ രീതിയിലേ. യൂസഫൊക്കെ അത് കാണുന്നുണ്ടോ? പടക്കം പൊട്ടണ രീതിയിൽ കയ്യടിക്കാൻ പറഞ്ഞ ഒരു വിദ്യാർത്ഥി അവിടെ ഒന്നുണ്ട്. വേണോ വേണ്ടേ? ഇതിങ്ങനെ മടിയാണെന്നേ. ഈ മലയാളിക്ക് മടിയാ, പണിക്ക് പോകാൻ മടിയാ, കയ്യടിക്കാൻ മടിയാ. അതുകൊണ്ട് എന്തുണ്ടായി? ഈ തൃശ്ശൂരൊക്കെ ചെന്നൊരു ഹോട്ടലിൽ കയറി ഇത്തിരി ഭക്ഷണം കിട്ടണമെങ്കിൽ ഹിന്ദിയിൽ സംസാരിച്ചാൽ അമ്മേ ഭക്ഷണം കിട്ടുള്ളൂ. എന്താ കാര്യം? ഒരു കയ്യടി ഹിന്ദിക്കാരിക്ക് കൊടുത്തേ. ആയിക്കോട്ടെ അല്ലേ? എന്ത് പറഞ്ഞാലും അല്ലേ, എന്ത് മലയാളിന്ന് ഹിന്ദി പറയേണ്ട അവസ്ഥയിലേക്ക് അയക്കണമെന്നേ. 10 കൊല്ലം ചാക്യാരെ ഹിന്ദി പഠിപ്പിക്കാൻ നോക്കിയ ആര്യാദേവി ടീച്ചറുണ്ട്, ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറെ തലകുത്തി നോക്കി എന്നെ പഠിപ്പിക്കാൻ പറ്റിയില്ല. ചാക്യാരെ വീടിൻ്റെ അടുത്ത് മേഴ്സും പണിക്ക് വന്ന 2 ബംഗാളികൾ ഹിന്ദി പഠിപ്പിച്ചു. ചാക്യാരെ കൊച്ചു കുട്ടികൾ പോലും ഇന്ന് ഹിന്ദി പറഞ്ഞു തുടങ്ങി. കാര്യം എന്താ? ആനപ്പുറത്ത് കയറാൻ ബംഗാളി, തെങ്ങുമ്മ കയറാൻ ബംഗാളി, ബാർബർ ഷോപ്പിൽ ചെന്ന് അവിടെ ബംഗാളി ഇല്ലേ? എവിടെ നോക്കിയാലും ബംഗാളി. അപ്പോൾ ഈ ബംഗാളികളെ കുറിച്ച് നമ്മുടെ നാട്ടിലൊരു പെൺകുട്ടി ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണ പാട്ടാണെങ്കിൽ എൻ്റെ കൂടെ കയ്യടിക്കണം. കയ്യടിക്കുമോ? നേരത്തെ അടിച്ച മാതിരി ഇങ്ങനെയല്ല, താളത്തിന് കയ്യടിക്കണം കേട്ടോ. എവിടെ തിരിഞ്ഞാലും ബംഗാളി. പോട്ടെ, താളത്തിന്. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് മുക്കിലും മൂലയിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ മലയാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. ഹാർബറിലുണ്ട് ബംഗാളി, ഇന്ന് ബാർബറിലേറെയും ബംഗാളി. തെങ്ങുമ്മ കയറാനും ബംഗാളി. ഇന്ന് മുങ്ങി നടക്കണ് ആരാ?
ഇന്ന് മുങ്ങി നടക്കണ് മലയാളി, എവിടെ തിരിഞ്ഞാലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറയാൻ കാരണം നമ്മൾ എന്തൊരു അന്തസ. കാരണം നമ്മൾ മലയാളിയുടെ മടീനെ കുറിച്ചിട്ടാ പറയണേ അല്ലേ. എന്തായാലും ഇവിടെ മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കാൻ വേണ്ടി. നീ കൂട്ടത്തിൽ ഏതെങ്കിലും ബംഗാളി സുഹൃത്തുക്കളുണ്ടോ? ഇത് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണേ ഏതാ ബംഗാളി ഏതാ മലയാളി എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേരളം. പക്ഷേ ഏതൊരു മലയാളിനും തിരിച്ചറിയാൻ മാർഗമുണ്ട്. എന്താണെന്നറിയോ? ഏത് നാട്ടിൽ പൊക്കോ ഇയാൾ മലയാളിയാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നറിയോ? ആ വയറുമേളിക്ക് നോക്കുക, കൊട്ടവേറെ അവനുണ്ടെങ്കിൽ അവൻ മലയാളിയായിരിക്കും. എന്താ കാര്യം? കൊടവേറിൻ്റെ കാര്യം പറയുമ്പോൾ പൊത്തി പിടിക്കണ്ട, ഞാൻ കണ്ടു. എന്തിനാ ബട്ടൺസ് പൊട്ടിച്ച് കളയണേ? ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുത്തോളൂ എന്ന് വെച്ചാൽ ഞാൻ കണ്ടു. നിങ്ങൾ എന്തിനാ എത്തിച്ച് നോക്കണേ ഇല്ലേ? ആ കൊട്ടവയറ് മലയാളിയുടെ ആ മടിയുടെ ലക്ഷണമാണെന്നേ. അപ്പോൾ എന്തായാലും ഇവിടെ മടിയില്ലാത്തവരാന്ന് ഉറപ്പിക്കാൻ വേണ്ടി നിങ്ങൾ വെറുതെ കൈയടിക്കണ്ട. ഒരു മനുഷ്യൻ ഒരു ദിവസത്തിൽ 30 പ്രാവശ്യം, എത്ര പ്രാവശ്യം ഉറക്കെ പറയണം? 30. ഇത്രയും കൂടെ ഉറക്കെ പറയണം. 30 കൈയടി കൊടുത്തേ. 30 പ്രാവശ്യം കൈയടിച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞേക്കണേ. പെൺകുട്ടികൾക്ക് സൗന്ദര്യം പെട്ടെന്ന് കൂടുന്നു. അയ്യോ, ഇവിടെ 30 പ്രാവശ്യം പോയിട്ട് 3 പ്രാവശ്യം പോലും കൈയടിക്കാൻ സമയമുണ്ടോ? സ്ത്രീകൾ എപ്പോഴാണ് കൈയടിക്കുക? അടുക്കളയിൽ നിൽക്കുമ്പോൾ കൈയടിക്കാറുണ്ടോ? അമ്മേ കൈയടിക്കാറുണ്ട്. അങ്ങനെ വെറുതെ കൈയടിച്ച കെട്ടിയാണ്ട് മനസ്സിൽ ലഡ്ഡു പൊട്ടിയുണ്ടോ? ഭ്രാന്തായെന്നോടോ അവള് വെറുതെ അടുക്കളയിൽ നിന്ന് കൈയടിക്കണ്ടോ? അടുത്തത് നോക്കാം. അങ്ങനെയൊക്കെ ചിന്തിക്കും കേട്ടോ, വെറുതെ കൈയടിച്ചാലേ അല്ലേ. ഇവിടെ 3 അല്ല 30 അല്ല, ജീവിതകാലം മുഴുവൻ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനും സൗന്ദര്യം കൂടാനുള്ളൊരു അവസരം കൂടിയാണ് പാത്രമംഗലം ഈ പരിപാടി ഇവിടെ ഇങ്ങനെ ഒരുക്കിയിരിക്കണേ അല്ലേ. ഒരാൾക്ക് പോലും ഒരസുഖവും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുത്തേ. അങ്ങോട്ട് കൊടുത്തേ. നിങ്ങൾക്ക് തന്നെ ഒരു കൈയടി കൊടുത്തേ. മിടുക്കന്മാരും മിടുക്കികളുള്ള സ്ഥലം നമ്മുടെ നാട് ഏതാ മോനെ? നാടില്ലേ? അക്ഷറോ ആരാ ഇവിടെ നേരത്തെ ആ പരിപാടിക്ക്? അക്ഷർ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടോ അക്ഷർ? ഓടിവാ അക്ഷർ. എവിടെ? നമ്മുടെ നാട് ഏതാന്നാ പറഞ്ഞേ? നമ്മുടെ നാട് ഏതാ മോനെ? പാത്രമംഗലം. നമ്മുടെ സംസ്ഥാനം ഏതാണെന്നറിയാലോ? അറിയില്ല, കുട്ടിയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സംസ്ഥാനം അമ്മേ കേരളം അല്ലേ. കേരളം എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാരദൻ മഴു വലിച്ചെറിഞ്ഞപ്പോൾ പൊന്തി വന്നു അല്ലേ? അതെ അതെ അതെ. നാരദനെ പരശുരാമൻ. അപ്പൊ ശ്രദ്ധിക്കണ്ടേ? പിന്നെ അതങ്ങനെയാണ് ISI അടിച്ചുള്ളപ്പോഴേക്കും നാരദൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും പരശുരാമൻ ഒരു മഴുവെറിഞ്ഞത് അപ്പടി ഉറുമ്പാട്ട അവിടെ. ഉറുമ്പും കൂട്ടത്തിൽ എന്നിരിക്കണത് അതൊന്നും അറിയണില്ലല്ലോ. പരശുരാമൻ ഒരു മഴുവെറിഞ്ഞതിന് പകരമായി കിട്ടി കേരളം. ആ മഹാൻ ഇന്ന് വെറുതെ ഓർക്കുന്നു, ചെയ്തതെന്തിനീ മാരണം. എന്താ അദ്ദേഹം അങ്ങനെ ചിന്തിക്കാനുള്ള കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ടേ മാതാപിത അതിൻ്റെ അർത്ഥം അറിയോ ആർക്കെങ്കിലും? മാതാപിതാ ഗുരുദൈവം എന്താ? വായി മുളിച്ചിരിക്കുക. പഠിച്ചിട്ടുണ്ട്? ഞാൻ പഠിച്ചിട്ടുണ്ട്. മാതാപിതാ ഗുരുദൈവം എന്താ? മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം. അത് 2025 കൃത്യമായിട്ട് മനസ്സിലായി. ല്ലേ മാതാവ് 24 വയസ്സുള്ളൊരു വിദ്വാൻ സ്വന്തം മാതാവിനെ തലക്കടിച്ചുകൊണ്ട് 2025 പറഞ്ഞപ്പോൾ ആദ്യം കേട്ടത്. അപ്പോൾ മാതാവിൻ്റെ കാര്യം തീരുമാനമായി. ഇനി പിള്ളേർ വീട്ടിൽ സമാധിയുടെ കാര്യമൊക്കെ സംസാരിക്കണമെങ്കിൽ ഈ പ്രായമുള്ള ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. പുതിയ വീടൊക്കെ പണിയുമ്പോൾ അലക്കലിൻ്റെ ഹൈറ്റ് കൂട്ടണ്ടെങ്കിലും ശ്രദ്ധിച്ചോ. കാര്യം എന്താ? ലഹരി ഉപയോഗിക്കുന്ന സ്വന്തം മകനെ ഉപദേശിക്കാൻ ചെന്നപ്പോൾ കൂട്ടുകാരനും മക്കളൊക്കെ കൂടി ഒരു പിതാവിനെ തല്ലി ചതച്ച കഥ 2025 വന്നിട്ടുണ്ട് ഇല്ലേ. പിന്നെ ആരാന്ന് പറഞ്ഞേ? ഗുരു ഇല്ലേ. ഗുരു +1 വിദ്യാർത്ഥിയുടെ മൊബൈൽ പിടിച്ചു വെച്ചപ്പോൾ, പാലക്കാട് ജില്ലയാണ്, +1 വിദ്യാർത്ഥിയുടെ മൊബൈൽ പിടിച്ചു വെച്ചപ്പോൾ ആ പ്രിൻസിപ്പലിനോട് പറഞ്ഞത് എന്താ? പുറത്തേക്ക് താപ്പിന് കിട്ടിയാൽ നിന്നെ കാച്ചി കളയും. അപ്പോൾ മാതാപിതാ ഗുരു ദൈവത്തിൻ്റെ കാര്യം പാവം എവിടെയെങ്ങാണ്ട് ഒളിച്ചിരിക്കുക അല്ലേ, പേടിച്ചിട്ടിരിക്കുക കലികാലത്തിലേ. അതാണ് ഞാൻ പറഞ്ഞത്. ആ മഹാൻ ഇന്ന് വെറുതെ ഓർക്കുന്നു. അതൊക്കെ വെറുതെയാണ് കേട്ടോ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ? മലയാളം. നമുക്ക് സംസാരിക്കാൻ എളുപ്പമുള്ള ഭാഷ ഏതാ മോനു? മലയാളം. ഇങ്ങോട്ട് വന്നേ ചോദിക്കട്ടെ. എന്തായാലും ഇവനാണ് ഏറ്റവും ആദ്യം വന്നിരിക്കണേ. ആ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? വേഗം വാ, നമുക്ക് സമയമില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ നാടിനെ കുറിച്ച് ചോദിക്കാനാ. ധൈര്യമുള്ള കുട്ടികൾ ആരുമില്ലേ? ധൈര്യമുള്ള കുട്ടികൾ ആരുമില്ലേ? ഉറുമ്പ് കയറി പോണ പോക്ക്.
കുഴപ്പമില്ല, ഉറുമ്പിനെ അറിയില്ലോ അത് എവിടേക്കാണ് പോണേന്ന്. ഇങ്ങോട്ട് വരുമോ അല്ലേ? അക്ഷർ ഇവിടെ ഉണ്ടോ? എന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് അക്ഷറിനെ കാണാനില്ലല്ലോ. ആ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാട്ടോ. ഇവിടെ കസേരകളൊക്കെ ഒഴിവാണ്. നമ്മുടെ നാട് ഏതാന്ന് പറഞ്ഞ്, നമ്മുടെ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട്. അക്ഷർ എവിടെ? അക്ഷർ വന്നോ? അപ്പോൾ അക്ഷർ ഒരു കയ്യടി കൊടുത്തേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രണവം ശശിയാദികളുടെ ആ വലിയ കലാകാരൻ്റെ ഗംഭീരമായ പരിപാടികളൊക്കെയാണ് ഇവിടെ വരാൻ പോണത്. അക്ഷറിന് ഒരു കയ്യടി കൊടുക്കൂ. അക്ഷരെ എത്രയല്ല പഠിക്കണേ? പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാ? അങ്ങനെയൊന്നുമില്ല, ഒക്കെ ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. അത് വലിയ ബുദ്ധിമുട്ട്. ഇത്തിരി മാർക്ക് കുറവ് കിട്ടണത് ഹിന്ദി. ഭാവിയിൽ ഭക്ഷണം കിട്ടില്ല കുട്ടിക്ക് അല്ലേ? ഒരു കയ്യടി കൊടുക്കും. എന്തൊരു ശരിയാച്ചിരിക്കണേ. ഹിന്ദി ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഏത് സ്കൂളിലാണ് പഠിക്കണേ? അപ്പോൾ ഈ കുട്ടിയുടെ കുഴപ്പമില്ല കേട്ടോ. അവിടെ ഒട്ടുമിക്ക കുട്ടികളോട് ചാക്യാര് ചോദിച്ചപ്പോൾ ഹിന്ദി ബുദ്ധിമുട്ടാ, ചാക്യാരെ ഹിന്ദി ബുദ്ധിമുട്ടാ പഠിക്കാം. അങ്ങനെ എല്ലാ കുട്ടികളും പറയണത് ഒരുപോലെ. അപ്പം അങ്ങനെ എല്ലാ കുട്ടികളും ഒരുപോലെ പറയണം ഹിന്ദി പഠിക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ അക്ഷറിൻ്റെ മാത്രം കുഴപ്പമില്ല. അതാ ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചറിനെയും കൂടി കുഴപ്പമാണ് അല്ലേ? ആ ടീച്ചർ ഈ പഞ്ചായത്ത് വിട്ട് പോയിണ്ടാവോ പാവം? ആ ടീച്ചർ ഈ പഞ്ചായത്തിലുള്ളതാണ് ആവോ അറിയില്ല. കുഴപ്പമില്ല. ഹിന്ദി ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമുക്കറിയാത്തതുകൊണ്ടാന്നേ. അറിയണവർക്ക് ഹിന്ദി എളുപ്പമാണ്. ഹിന്ദി സംസാരിക്കുന്ന നാട്ടിലൊക്കെ ചെന്ന കൊച്ചു പിള്ളേർ വരെ ഹിന്ദി സംസാരിക്കണതാണ്. എന്ത് രസമായിട്ട് അവർക്ക് അറിയണോണ്ടാണ് അല്ലേ? അപ്പോൾ അറിയാൻ ശ്രമിക്കൂല്ലേ അക്ഷർ? ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ ഫുൾ A+ ആണ് കേട്ടോ. നമുക്ക് ഹിന്ദിയല്ലേ ബുദ്ധിമുട്ടുള്ളൂ. നമുക്ക് മലയാളം എങ്ങനെയാണ് സംസാരിക്കാൻ? മലയാളം സംസാരിക്കാൻ എളുപ്പമല്ലേ? എളുപ്പമാണ്. എളുപ്പമാവണം. കവികൾ പാടിയിരിക്കണത് മാമ്പൂ പിന്മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. മാമ്പൂ പിന്മണമോലും നമ്മുടെ നന്മൊഴി നറുമൊഴി മലയാളം. ഇളനീർ മധുരം കിനിയും നമ്മുടെ ഹൃദയ തിരുമൊഴി മലയാളം. ഹൃദയ തിരുമൊഴി മലയാളം. നമ്മുടെ ഹൃദയ തിരുമൊഴിയാണ് മലയാളം അല്ലേ? നല്ല രീതിയിൽ മലയാളം സംസാരിച്ചൂടെ അക്ഷരെ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ, അച്ഛൻ, 2 ചേട്ടന്മാര്, അമ്മാമ്മ. ഒന്നുകൂടി ആലോചിച്ച് നോക്കി. അമ്മ, പപ്പ, 2 ചേട്ടന്മാര്, ഞാന്, അമ്മാമ്മ. നിങ്ങൾ ചിരിക്കണ ഒരു കയ്യടി കുട്ടിക്ക് കൊടുക്കൂ. നിഷ്കളങ്കതയുടെ മലയാളം കേൾപ്പിച്ചതാ ഞാൻ. നിഷ്കളങ്കമായ ബാല്യം, ആ മലയാളമാണ് കേട്ടത്. അതായത് നമ്മുടെയൊക്കെ രക്തത്തിൽ മലയാളം ഉണ്ടെന്നാണ് കവികൾ പാടി വച്ചേക്കണേ. അമ്മിഞ്ഞപ്പാൽ തുള്ളികളായി നമ്മിലലിഞ്ഞു മലയാളം. അമ്മയുറക്കാൻ പാടിയ പാട്ടിലെ അൻപാണല്ലോ മലയാളം. അൻപാണല്ലോ മലയാളം. അതായത് അമ്മ അല്ലെങ്കിൽ ഉമ്മ ചെറുപ്പത്തിൽ ഉറങ്ങാൻ വേണ്ടി നമുക്ക് താരാട്ടുപാട്ട് പാടിത്തരും ഇല്ലേ? ഇയാൾക്ക് പാടി തന്നിട്ടുണ്ടോ? ഏത് പാട്ടാ ഉമ്മ പാടാറ്? പണിപാളി. ഓർമ്മയില്ല. അപ്പോൾ ഈ കുട്ടി ഉറങ്ങിപ്പോ ഇല്ലേ? ഈ കുട്ടിക്കൊക്കെ ഇപ്പം താരാട്ടുപാട്ട് പാടി കൊടുക്കാറില്ലേ അമ്മ? ഏത് പാട്ടാ അമ്മ പാടാറ്? ഒരു 4 വരി. മാങ്ങ വേണമെന്ന് മാർക്കറ്റിൽ പോയി ചോദിക്കണതല്ല, കുട്ടിക്ക് ഈ താരാട്ട് പാട്ട് പാടി കൊടുക്കണമെന്ന് ചോദിച്ചേ. ഒന്ന് പാടി 4 വരി. ഒക്കെ കലാകാരികളെ നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് കേട്ടോ സ്പീഡാക്കണേ. അമ്മേ ആ കുട്ടിക്ക് 4 വരി താരാട്ട് പാട്ടൊന്ന് പാടി കൊടുത്തേ. 4 വരി പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഒന്ന് കേൾക്കാനാണ്. ഈ നാട്ടിൽ കണ്ടോ മോള് പാടാൻ വന്നപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പാടണ്ടെന്നൊക്കെ. ആയിക്കോട്ടെ. അപ്പോൾ നിരവധി താരാട്ടുപാട്ടുണ്ട് അല്ലേ? അച്ഛനും അമ്മയും ചാരത്ത് നിൽപ്പൂ, ഓടിക്കോ കാറ്റേ നീ ഒച്ച വയ്ക്കാതെ. പഴയ കാലത്തെ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ അല്ലേ? പിന്നെ അമ്മമാർക്ക് വാക്കുകളൊന്നും വേണ്ട. യാ 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 ഇങ്ങനെ തട്ടി തട്ടി ഉറക്കും. രാരി രാരീരം രാരോ. ഏത് പാട്ടാണോ വരുന്നത് അതൊക്കെ താരാട്ടുപാട്ടിലൂടെ പാടുന്നവരാണ് നമ്മുടെ അമ്മമാരെ. അമ്മയിലൂടെ ആ താരാട്ടുപാട്ടിലൂടെ മലയാളം നമ്മുടെ രക്തത്തിൽ കലർന്നു എന്നാ പറയണേ. അക്ഷറിൻ്റെ രക്തത്തിൽ മലയാളം ഇല്ലേ? തെറ്റാണ്ട് സംസാരിച്ചൂടെ? ആ കുട്ടി കൃത്യമായിട്ട് മലയാളം സംസാരിപ്പിക്കാമാണ് കുട്ടീനെ കൊണ്ട് കേട്ടോ. കൃത്യമായിട്ട് സംസാരിപ്പിച്ചാൽ കയ്യടി കൊടുക്കണം കേട്ടോ. ഒന്ന് സംസാരിച്ച് നോക്കി. ചമ്പക്കര. ഉറക്കെ പറഞ്ഞേ. ചമ്പക്കര. കൃത്യമല്ലേ പറഞ്ഞത്? എന്നിട്ട് എന്താ കയ്യടി കൊടുക്കാത്ത? ചമ്പക്കര. നിങ്ങളൊന്ന് പറഞ്ഞേ. ചമ്പക്കര. ചമ്പക്കര. കണ്ടോ എളുപ്പമല്ലേ? ഒന്നുകൂടി പറഞ്ഞു നോക്കി. ചമ്പക്കര. ഈ വാക്ക് തെറ്റൂലല്ലോ. തങ്കപ്പൻ. ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങളൊന്ന് പറഞ്ഞേ. തങ്കപ്പൻ. തങ്കപ്പൻ. അപ്പൊ ഈ 2 വാക്കും തെറ്റുവോ? തെറ്റാൻ പാടില്ല. ഇങ്ങനെയാണ് ശുദ്ധമായി മലയാളം സംസാരിക്കേണ്ടത്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ.
ഞാൻ മലയാളത്തെക്കുറിച്ച് എന്തൊരു തള്ളാതള്ളിയേ. മാമ്പൂ പിന്മണമോ ചമ്പക്കര തങ്കപ്പൻ. ആരെ ഇവിടെ വിളിച്ചു പറഞ്ഞ ചമ്പക്കര തങ്കപ്പൻ? നേരത്തെ കുറെ ആൾക്കാർ വിളിച്ചു പറയണ്ടായല്ലോ. കുട്ടി കൃത്യമായിട്ട് പറയും ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. ചമ്പക്കര തങ്കപ്പൻ. അത്രേ ഉള്ളൂ. കയ്യടി കൊടുത്തേക്കാണ്ടോ? ഇത്രയേ ഉള്ളൂ. മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമാണെന്ന വിശ്വാസം അല്ലേ? ആ കുഞ്ചിയമ്മയുടെ പാട്ടില്ലേ, ഒന്ന് പാടി കൊടുത്തേ. കുഞ്ചിയമ്മക്കഞ്ച്. ദേ അമ്മേനെ കൊണ്ട് പാടിക്കാം, ഒന്ന് പാടിക്കാം. താളത്തിന് കയ്യടി കൊടുക്കണം കേട്ടോ. ആ കുഞ്ചിയമ്മക്കഞ്ചു മക്കളാണ് പഞ്ചാര വിറ്റു നട. അപ്പൊ അഞ്ചാമനൊക്കെ ഉണ്ടല്ലോ. അഞ്ചാമനോമൻ ഒന്ന് പഞ്ചാര വിറ്റു നടന്നു കുഞ്ചു. മതി മന്തി. വഞ്ചിലം കണ്ട് പഞ്ചാര ചാക്ക് വെച്ചിട്ടുണ്ട് ഇല്ലേ? പഞ്ചാര കുഞ്ചു എന്ന് പേരും വന്നു. അപ്പൊ ഈ കുഞ്ചിയമ്മ എന്ന് പറയാൻ അക്ഷരം എളുപ്പമല്ലേ നമുക്ക്? ഒന്ന് പറഞ്ഞു നോക്കിയാ. കുഞ്ചിയമ്മ. ഓർക്കെ പറഞ്ഞ കുഞ്ചിയമ്മ. കിണ്ടി കഴിയപ്പോ. എന്താ അങ്ങനെ ഒരു ചിരി? ഇതാ തന്നെ. ഒന്ന് പറഞ്ഞു നോക്കിയ അമ്മ. കുഞ്ചിയമ്മ. കിണ്ടി കഴിയപ്പോ. കിണ്ടി കുണ്ടിൽ വീണു. ഓ അത്രേ ഉള്ളൂ. ഒന്ന് പറഞ്ഞു നോക്കട്ടെ അക്ഷരെ. കുഞ്ചിയമ്മ കിണ്ടി കഴിക്കപ്പോ കിണ്ടി കുണ്ടിൽ വീണു. വേണ്ട 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 പോയിരുന്നോ. ഒരു കയ്യടി കുട്ടിക്ക് കൊടുത്തേ. കയ്യടി നന്നായിട്ട് വരട്ടെ. ഹിന്ദിയല്ലേ ബുദ്ധിമുട്ടുള്ളൂ. ഇനി എല്ലാ വിഷയത്തിലും ഫുൾ A+ നേടി പാത്രമംഗലത്തിന് അഭിമാന താരമായിട്ട് അഷർ മാറട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർവേശ്വരിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിറ കയ്യടി കുഞ്ഞു മോന് കൊടുത്തുകൊണ്ട് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൊക്കോളൂ കേട്ടോ. ഈ കയ്യടി പോരാ, പടക്കം പൊട്ടുന്ന രീതിയിൽ കൈയെടുക്കണം അഷറിന്. ഇനി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആ ചിരിച്ചവർക്ക് ആർക്കെങ്കിലും കിണ്ടി കഴുകണോ? വേണ്ട. സന്തോഷമായി ഇല്ലേ? ഇതാണ് മലയാളി എന്ന് പറയാൻ വേണ്ടി ഞാൻ അധികം നീട്ടണില്ല കേട്ടോ. കുറച്ചും കൂടിയൊക്കെ പറയണമെന്നുണ്ട്. വേഗം നീട്ടണില്ല. ഒരു കാര്യം കൂടി പറയട്ടെ. ഏറ്റവും നല്ല പഞ്ചായത്തായിട്ട് പാത്രമംഗലം പഞ്ചായത്തിൽ അല്ലേ ഇന്ന് ഗിന്നസ് ബുക്കിൽ ഇടം നേടി. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു പഞ്ചായത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്തിൽ നിന്നേ ഞാൻ നേരത്തെ പറഞ്ഞു 2025 പിറന്നപ്പോൾ മാതാപിതാ ഗുരുദൈവം എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യമുണ്ട്. ഈ പഞ്ചായത്തിൽ എല്ലാവരോടും കൂടിയിട്ടാ ചോദിക്കണേ. സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാത്ത, ശ്രദ്ധിച്ച് കേൾക്കണേ, ചീത്ത പറയാത്ത അല്ലെങ്കിൽ മിരട്ടാത്ത. എങ്ങനെയാണ് മിരട്ടണേന്നറിയോ? പിള്ളേരോടൊക്കെ പറയുമ്പോൾ എടാ മൊബൈലിൽ നിർത്തിച്ചാ ഞാൻ എടുത്തോളാം. ഇങ്ങനെയൊക്കെ മിരട്ടാത്ത എത്ര മക്കളുണ്ട് ഇവിടെ? നമ്മൾ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടിയ ഒരു പഞ്ചായത്താണേ. മാതാപിതാ ഗുരു ദൈവം. അച്ഛനും അമ്മേനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണേ. എൻ്റെ ചോദ്യം, സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാത്ത എത്ര കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ? ഒന്ന് കൈവയ്ക്കേ. അവളുടെ അമ്മ ഇരുന്ന് പൂര ചിരിയാ. ഒരു കുട്ടി കൈവയ്ക്കിപ്പോൾ കാലത്തും കൂടി അംഗം കൂടിയിട്ട് വന്നേക്കണേ അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ദേഷ്യമാണെന്നേ. ഭയങ്കര ദേഷ്യ. അച്ഛനാണോ അമ്മയാണെന്നൊന്നും നോട്ടമില്ല. ഭയങ്കര ദേഷ്യ. എങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ കാരണം എന്താണെന്നറിയൂ? അച്ഛനാരാ അമ്മയാരാ, അല്ലെങ്കിൽ ഉമ്മയാരാ വാപ്പയാരാ, അല്ലെങ്കിൽ അമ്മച്ചിയാരാ അപ്പച്ചനാരാന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, പറഞ്ഞു കൊടുക്കാൻ ആർക്കും സമയമില്ല. കാരണം ഈ അച്ഛനമ്മേനെയും ഉപേക്ഷിക്കാത്ത അല്ലേ, അച്ഛനമ്മേനും ചീത്ത പറയാത്ത ഏറ്റവും നല്ല പഞ്ചായത്തിൽപ്പെട്ട് ഒരു പഞ്ചായത്തായിട്ട് ഈ പാത്രമംഗലം പഞ്ചായത്ത് വരുവാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി പറയട്ടെ. കുഞ്ഞു മക്കളോടാണേ, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ? എൻ്റെ ചോദ്യം. ഒരു നിമിഷം എന്നെ കേൾക്കുന്ന എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്ന എല്ലാവരും നിങ്ങളുടെ മാതാപിതാക്കളെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. പ്രായഭേദമന്യേ പ്രായമായവരോടും കൂടി പറയാം. നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ ഉമ്മേനെയും വാപ്പേനെയും അല്ലെങ്കിൽ അപ്പച്ചനും അമ്മച്ചിനെയും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. മൺമറിഞ്ഞ് പോയവരൊക്കെ ഉണ്ടാവാം, നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയവരൊക്കെ ഉണ്ടാവാം. ഒരു നിമിഷം അവരെ ഓർക്കാൻ വേണ്ടി മനസ്സിലേക്ക് കൊണ്ടുവന്നോ? കൊണ്ടുവന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കൊച്ചുകുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരൊക്കെയാ? വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളത് ആരൊക്കെയാ മക്കളെ? നമുക്ക് ആര്? അച്ഛനും അമ്മേനെയും അല്ലേ ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മുടെ വീട്ടിൽ. ഈ വലിയ ആളുകളോടും ചെറുപ്പത്തിൽ ചോദിച്ചാൽ പറയും അച്ഛനും അമ്മേനാണ് ഏറ്റവും ഇഷ്ടമെന്ന് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആരാണ് നമ്മുടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ അമ്മ ആരാ? അച്ഛൻ്റെ ഭാര്യ അല്ലേ? അത് കറക്റ്റാ. ഇതൊന്നല്ലാന്നേ. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മണിയേട്ടേട്ടാ എനിക്ക് ആ മ്യൂസിക് ഒന്ന് ഇട്ട് തരണേ. ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, സാറേ നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമ്മുടെ അച്ഛനും അമ്മയും? അപ്പം അദ്ദേഹം പറഞ്ഞതേ,
ഈ അമ്മ എന്ന് പറഞ്ഞാലേ സൂര്യോദയത്തിന് മുന്നേ അടുക്കളയിലെ കൈലുകളോടും പാത്രങ്ങളോടൊക്കെ സംബന്ധിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്കായിട്ട് തൻ്റെ കുടുംബത്തിനായിട്ട് ഓടി നടന്ന് കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പാടുപെടുന്ന സ്നേഹത്തിൻ്റെ പേരാണ് ആരാ? അമ്മ അല്ലേ? തൊടിയിൽ വാടിക്കരിഞ്ഞ ചെടികൾക്കും പൂക്കൾക്കും ചേനയ്ക്കും ചേമ്പിനും ഒക്കെ അവരുടെ ദാഹം തീർത്തുകൊണ്ട് കർഷകശ്രീ അവാർഡ് ഇതുവരെ നേടിയിട്ടില്ലാത്തൊരു സ്നേഹത്തിൻ്റെ പേര് കൂടിയാണ് അമ്മ അല്ലേ? പഴയ കാലത്തെ ദാരിദ്ര്യമാണ് വീടുകളിൽ, മക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. ആ മക്കൾക്ക് വിളമ്പി കൊടുക്കാൻ മക്കൾ നിരന്നിരിക്കും. അമ്മ വിളമ്പി കൊടുക്കാൻ നേരത്തെ പാത്രത്തിൽ തികയില്ല എന്ന് കണ്ട നമ്മുടെ അമ്മ ഒരു കള്ളം പറയും. മക്കളെ എനിക്ക് വിശപ്പില്ല കേട്ടോ, നിങ്ങളിതൊക്കെ കഴിക്കണം, ഒരു തരി വറ്റ് പോലും ബാക്കി വയ്ക്കരുതെന്ന് കള്ളം പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ പേര് കൂടിയാണ് ആരാ? അമ്മ അല്ലേ? ഈ അമ്മ കള്ളം പറയുന്നതാന്നേ അച്ഛന് മനസ്സിലാവും, ഭക്ഷണം ഇല്ലാണ്ട് അമ്മ കള്ളം പറയുന്നതാണ്. പക്ഷെ അച്ഛന്മാർ പൊതുവെ ഗൗരവക്കാരുള്ളൂ. ഈ മക്കളുടെ മുന്നിൽ വെച്ച് അമ്മേനെ ഒരു അഭിനയമുണ്ട്, അമ്മയുടെ അടുത്ത് ഒരു ചീത്ത പറച്ചിലുണ്ട്. നീ എവിടെ നോക്കട്ടെ അരിയട്ടെ, അവിടെ കല്ലും മണ്ണുള്ള മനുഷ്യർ തിന്നണ്ടേ? ആ പകുതി ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, അച്ഛൻ എഴുന്നേറ്റ് പോകും. അപ്പം മക്കൾ വിചാരിക്കും അച്ഛൻ ഇത്ര ക്രൂരനാണോ, എന്തിനാണ് അമ്മേനെ ഇങ്ങനെ ചീത്ത പറഞ്ഞേ? അത് മക്കളറിയാതെ അച്ഛൻ അമ്മയ്ക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പകുതി ചോറായിരുന്നു എന്ന് തിരിച്ചറിയാൻ ആ കാലഘട്ടത്തിലെ മക്കൾ വളർന്നു വലുതായി ഒരു അച്ഛനമ്മയൊക്കെ ആകേണ്ടി വന്നു. അങ്ങനെ അച്ഛനമ്മയൊക്കെ ആയിട്ടുള്ള ആളുകളല്ലേ ഇവിടെ ഇരിക്കണേ? ഇതൊക്കെയല്ലേ നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ? ഇനി അച്ഛന്മാരെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വെച്ചാൽ പരാതി വേണ്ട കേട്ടോ. അച്ഛന്മാരെ കുറച്ച് ഇങ്ങനെ നമ്മൾ ഉപമിക്കുമ്പോഴേ ഒരു ക്ലോക്കിലേക്ക് നോക്കുക, കൃത്യസമയം കിട്ടും നമുക്ക് അല്ലേ? ആ കൃത്യസമയത്തെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നോക്കിയാൽ കൃത്യസമയം കിട്ടി. പക്ഷെ ആ 2 സൂചികളെയും കൃത്യമാക്കാൻ അതിൻ്റെ പുറകിൽ ആരോടും പരാതിയില്ലാതെ 24 മണിക്കൂർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സൂചിയുണ്ട്, ഒരു സെക്കൻഡ് സൂചി അല്ലേ? ആ സെക്കൻഡ് സൂചിയോടാണ് ഈ നാട്ടിലെ ഓരോ അച്ഛന്മാരെയും ഉപമിക്കാൻ, അപ്പച്ചന്മാരെയും വാപ്പച്ചിമാരെയും ഉപമിക്കാനായിട്ട് പാത്രമംഗലത്തിന് ഗിന്നസ് ബുക്ക് നേടിയ ആഹ്ലാദം എന്ന ഈ പരിപാടി ഈ വേദിയിൽ ഈ ചാക്യാർ വേഷം ഉപമിക്കണേ. പല ആളുകളുടെ കണ്ണ് നിറഞ്ഞു. ഇതൊക്കെയല്ലേ നമ്മുടെ അച്ഛനും അമ്മയും? ഇന്നത്തെ കുഞ്ഞുമക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ ആർക്കാ സമയം? ഉമ്മറപ്പടിയിലിരുന്നൊരു അണ്ണാൻ കുഞ്ഞിനെ കിളിക്കുഞ്ഞിനൊക്കെ കളിപ്പിക്കണ കണ്ട നമ്മുടെ അമ്മ കണ്ട ഇപ്പോഴും പറയും, മക്കളെ അതിനെ തുറന്നു വിടടാ, അതിൻ്റെ തള്ള കണ്ടില്ലെങ്കിൽ കരഞ്ഞു പോകിടാന്ന് നമ്മളെ പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പേര് കൂടിയാണ് ആരാ? അമ്മ അല്ലേ? മലമൂത്ര വിസർജനം ചെയ്ത് ഈ കുഞ്ഞിൻ്റെ പ്രായത്തിൽ, നമ്മളൊക്കെ ഒന്ന് ആ കുഞ്ഞിൻ്റെ പ്രായത്തിലേക്ക് ഒന്ന് പോയേ. നിങ്ങൾ ഈ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ അമ്മയുടെ അടുത്ത്. മറ്റുള്ളവർക്ക് വീട്ടിലുള്ളവർ നമ്മളെ കാണുമ്പോൾ ചിലപ്പോൾ അറപ്പാ, പക്ഷെ നമ്മുടെ അമ്മയ്ക്ക് മാത്രം അറപ്പില്ല. ഉണ്ടോ? ഈ കുഞ്ഞിനോട് അറപ്പുണ്ടോ നിങ്ങൾക്ക്? അമ്മയ്ക്ക് അമ്മേ ഉണ്ടാവില്ല. നമ്മുടെ അമ്മയ്ക്ക് അറപ്പില്ലാന്നേ. എന്തുകൊണ്ട് അമ്മയ്ക്ക് അറപ്പില്ലാത്ത? അമ്മ വന്ന് വൃത്തിയാക്കിയിട്ട് പുതിയ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടേ ഒന്ന് കണ്ണടച്ച് നോക്കി. നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്ന ഉമ്മ ഇപ്പം കിട്ടും. ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ നെറുകയിൽ നമ്മുടെ അമ്മ ഒരു തുരുതുരാന്ന് ഉമ്മ തരും. തുരുതുരാന്ന് ഇല്ലേ? ഇത്ര സുരക്ഷിതമായൊരു ഉമ്മ തിരിച്ചും കൊടുക്കാറുണ്ട് നമ്മൾ നമ്മുടെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ കേട്ടോ. എൻ്റെ ചോദ്യമുണ്ട്, പ്രായമായ അച്ഛനും അമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്ന എത്ര വലിയ മക്കളുണ്ട് ഇന്നിവിടെ? ഒരു സ്ഥലത്തും ഇല്ലാന്നേ, അപൂർവം 1-2 പേരൊക്കെ ഉണ്ടെങ്കിലും ഉള്ളൂ. പ്രായമായ അച്ഛനും അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോലും മടിയാന്ന് മക്കൾക്ക്. എന്തുകൊണ്ടാണ് മടിക്കണ? അറപ്പ് അല്ലേ? നമ്മൾ മലമൂത്ര വിസർജനത്തിൽ കിടന്നപ്പോൾ നമ്മുടെ അമ്മ നമ്മളെ വൃത്തിയാക്കി തന്നു. ഇന്ന് നമ്മൾ വളർന്നു വലുതായി, പടർന്ന് പന്തലിച്ചു, സമൂഹത്തിൽ സമ്പന്നനൊക്കെ ആയി. നമ്മളെ വളർത്തിയ അമ്മ അല്ലെങ്കിൽ അപ്പൻ വയ്യാതെ മലമൂത്ര വിസർജനം ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ട് നടക്കാനൊന്നും പറ്റണില്ലേ? അമ്മേനെ അപ്പനും കാണുമ്പോൾ അന്നത്തെ കുട്ടി വളർന്നു വലുതായപ്പോൾ ഇപ്പം അറപ്പ അല്ലേ? നന്ദികേടല്ലേ അത്? നന്ദികേടല്ലേ? നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നേ. പാത്രമംഗലം പഞ്ചായത്തിലെ ഓരോ അച്ഛനമ്മ പോലും ഇനി ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല, ഉപേക്ഷിക്കപ്പെടാതിരിക്കട്ടെ അല്ലേ? ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തൊട്ടടുത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു അമ്മേനെ കൊണ്ട് നട തള്ളി. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ ലോക്കൽ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അമ്മയുടെ മനസ്സിലേക്കൊന്ന് പോവാം. അവരവരെ ഒന്ന് സങ്കല്പിച്ച് നോക്കാം. അമ്മയുടെ സ്ഥാനത്ത് എന്ത് പറഞ്ഞിട്ടായിരിക്കും ഈ മകള് കൊണ്ടുപോയിണ്ടാവുക? വാ അമ്മേ, നമുക്ക് ഗുരുവായൂർ കണ്ണനം കാണാൻ പോവാം. പാവം അകത്തേക്ക് ഓടിയുണ്ടാവും. ഏറ്റവും നല്ല സെറ്റുമുണ്ട്. ഈ പ്രായമായവർക്ക് കുറേ സെറ്റുമുണ്ട് കിട്ടും വിരുന്നാർ വരുമ്പോൾ. പക്ഷെ ഉടുക്കാനും നീറ്റുകൾക്ക് അവസരമില്ലാന്നേ. അട്ടിത്തട്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെന്ന് നോക്കിക്കോ, പ്രായമുള്ളവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ റൂമിലൊന്ന് കയറി നോക്കുക.
നല്ല നല്ല മനോഹരമായ സെറ്റ് മുണ്ടുകൾ അട്ടി വെച്ചിട്ടുണ്ടാവും. അവർ ഉടുക്കാൻ അവസരമില്ല അല്ലേ. ഏറ്റവും നല്ല സെറ്റ് മുണ്ടെടുത്ത് മകളുടെ കൂടെ തുള്ളിച്ചാടി പോയിട്ടുണ്ടാവും ഈ അമ്മ അല്ലേ. കണ്ണൻ്റെ നടയിൽ ചെന്നു, കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരമ്മ? സ്വന്തം മക്കൾക്ക് വേണ്ടിയില്ല ഏതൊരു അമ്മയും പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാരെ കുറിച്ചിട്ടല്ല കേട്ടോ അല്ലേ. കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഈ മകളെ കാണാനില്ല. അപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ മകളെ കാണാനില്ല, മകൾക്ക് അപകടമൊന്നും വരുത്തല്ലേ എന്ന്. അപ്പോഴും മനസ്സിലാവണില്ല. കുറേ നേരം ഇങ്ങനെ വരുന്ന ആളുകളുടെ മുഖത്തേക്കൊക്കെ ഇങ്ങനെ നോക്കുക പ്രതീക്ഷയോട് കൂടി. ഇതെൻ്റെ മോളല്ലേ, എൻ്റെ മോളാണോ, എൻ്റെ മോളാണോ? ഒടുവിൽ തിരിച്ചറിയുന്നൊരു നിമിഷമുണ്ട്. ആ നിമിഷമാണ് ഞാൻ ജനിപ്പിച്ച് വളർത്തി വലുതാക്കി എൻ്റെ മകൾ ഈ തിരുനടയിൽ എന്നെ ഉപേക്ഷിച്ചതാണെന്ന് തിരിച്ചറിയുന്നൊരു നിമിഷം. ആ നിമിഷമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന എന്ന് ഈ പാത്രമംഗലം പഞ്ചായത്തിലെ ഓരോ മക്കളും മനസ്സിലാക്കിയ. ഇനി ഒരച്ഛനമ്മയും വൃദ്ധസദനങ്ങളിൽ പോകേണ്ടി വരില്ല, ഉപേക്ഷിക്കപ്പെടില്ല, ഉപേക്ഷിക്കപ്പെടാതിരിക്കട്ടെ. അതൊക്കെ ആകട്ടെ ഈ ആഹ്ലാദം, ആഹ്ലാദത്തിൻ്റെ ഗംഭീരമായ സന്ദേശം എന്ന് പ്രത്യാശിക്കുകയാണ്. പലരുടെയും കണ്ണ് നിറയേണ്ട ഓരോ അച്ഛനമ്മമാർക്ക് ഒരു കണ്ണടിയും കൂടി കൊടുത്തേ, ഒരു നല്ലൊരു കൈയടിയും കൂടി കൊടുത്തേ, അങ്ങോട്ട് കൊടുക്കുക അല്ലേ. പല ആളുകളും ഓർത്തുന്നേ നമ്മൾ ഈ അവസരത്തിൽ. ഇനി നമുക്ക് അടിച്ചു വിളിക്കാനാ പോണേ നമ്മൾ അല്ലേ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. ജനിക്കുമെന്നതു സത്യം. കൂടെ കൈയടിക്കോ, കൂടെ കൈയടിക്കോ. ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം. ആ മ്യൂസിക് ഒന്ന് കട്ട് ചെയ്തോട്ടോ. ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം. ജനിക്കുമെന്നതു സത്യം, മരിക്കുമെന്നതു സത്യം. അതിനിടക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ, അതിനിടക്കുള്ള കാലം കഴിച്ചു കൂട്ടുന്നു നമ്മൾ. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ വേഷം വിടവാങ്ങുകയാണ്. ആരെങ്കിലുമൊക്കെ അത് ആക്ഷേപിച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചാക്യാർകൂത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുക, അല്ലാണ്ട് ഇത് കഴിയുമ്പോൾ അവിടെ വന്ന് ചാക്യാരെ പിടിച്ച് കുത്താനുള്ള ഭാഗമായിട്ട് എടുക്കരുത്. പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വേഷം തൽക്കാലം സ്റ്റേജിലേക്ക് കയറുകയാണ്. ഒരു പടംവരെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ശ്രീത്തെ റെഡിയല്ലേ? റെഡി? ശ്രീത്തെ പാട്ട് വേണം. നമ്മൾ എന്തായാലും ഇത് ഒരു പാലത്തിൻ്റെ 50-ാം വാർഷികം കൂടിയല്ലേ. അവതാരിക ഒരു കയ്യടി അവതാരിക കൊടുക്കും. ഇത്ര മനോഹരമായിട്ടാണ് അവതരണം ഇവിടെ. അപ്പോൾ എന്തായാലും പാലത്തെക്കുറിച്ചിട്ടുള്ള ഈ പാട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ജിതേഷ് കക്കടിപ്പുറം എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാടിയിട്ടുള്ള പാലവും അല്ലേ. അതിൻ്റെ കഥ അറിയാമെന്ന് വിചാരിക്കുന്ന ഒരു പാലം പണിയുമ്പോൾ അതിൻ്റെ തൂണിന് ഉറപ്പ് കിട്ടാൻ മനുഷ്യനെ ജീവനോടെ കുഴിച്ചിടുന്ന ആ കരുനിർത്ത എന്ന് പറയുന്ന ഒരു ആചാരം അല്ലേ. ഇവിടെ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഈ അപ്പനും മകളും നടന്നു പോകുമ്പോൾ പൊന്നു എന്നൊരു വിളി കേൾക്കുകയാണ്. അപ്പോൾ ഈ മകൾ ചോദിക്കുകയാണ്, അപ്പോൾ അത് എൻ്റെ അമ്മ വിളിക്കണ പോലെയാണല്ലോ, അത് എന്താ എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് ഒരു പാട്ടിലൂടെ ജിതേഷ് കക്കടിപ്പുറം എന്ന് പറഞ്ഞ വലിയ കലാകാരൻ്റെ ആ ശബ്ദത്തിൽ വിടർന്ന വളരെ മനോഹരമായൊരു ഗാനം ആലപിക്കുകയാണ്. അതിനോടൊപ്പം ശ്രീത്ത് റെഡിയല്ലേ? എനിക്ക് ആ മ്യൂസിക് ഒന്ന് ഇട്ടൊരു ഇതിൽ 3 ഡിലേ ഇട്ട് തരണേ. റെഡി? താളത്തിന് കയ്യടി വേണേ. പാലം നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ചു നടക്കണ നേരം. പാലം നല്ല നടപ്പാലം, അപ്പൻ്റെ കൈയും പിടിച്ചു നടക്കണ നേരം. ആയോരു പാലത്തിൻ്റെ തുണേ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ടേ, പൊന്നു എന്നൊരു വിളിയും കേട്ടേ. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു, അപ്പൻ തന്നല്ലേ പറയാറുള്ളു. ട്രാക്കൊന്ന് ഇതിൽ കയറ്റി തരും. കേട്ട് കരയരുതേ പൊന്നു,
ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു, ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറക്കിടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം, നീയെന്നു നീന്തി നടക്കണ കാലം, അടിവച്ചു വീണു കരയണ പ്രായം, നീയെന്നു നീന്തി നടക്കണ കാലം, അടിവച്ചു വീണു കരയണ പ്രായം, വെറുതേക്കു തീർപ്പ് കലിപ്പിച്ചമ്പ്രാം, ഉണ്ണീടം മേനെ കരുതിരുത്താം, ഉണ്ണീടം മേനെ കരുതിരുത്താം. എന്തിനാണമ്മേ നീ കരുനിറുത്തി, പകരത്തിനപ്പനെൻ്റെ പൂവാഞ്ഞത്, എന്തിനാണമ്മേ നീ കരുനിറുത്തി, പകരത്തിനപ്പനെൻ്റെ പൂവാഞ്ഞത്, മറത്തെന്നടർക്കെടുത്ത്, എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. പെണ്ണിൻ്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളൂന്ന്, പെണ്ണിൻ്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഉറയ്ക്കുള്ളൂന്ന്, തമ്പ്രാൻ്റെ വാക്കിന് എതിർവാക്കില്ല, എൻ്റെ കീടാറ്റോരെ കൊണ്ടും പോയി, അൻ്റമ്മ മണ്ണോട് മണ്ണുമായി, അൻ്റമ്മ മണ്ണോട് മണ്ണുമായി. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പൻ്റെ കയ്യും പിടിച്ചു നടക്കണ നേരം, ആയോരു പാലത്തിൻ്റെ തുണേ നിന്നും പൊന്നു എന്നൊരു വിളിയും കേട്ടി, പൊന്നു എന്നൊരു വിളിയും കേട്ടി. എന്തായാലും അത് ആ പാട്ടിനോടൊപ്പം ഞാനൊരു പാട്ടുകാരനല്ല, നമ്മുടെ ശശിയേട്ടനെ പോലെയുള്ള വലിയ ആ കലാകാരന്മാരോട് മാപ്പ് പറയുകയാണ്. ഒരു നാടൻ പാട്ട് അത് വേറൊരു രീതിയിലാണ് പാടിയത്, ജിതേഷേട്ടൻ പാടിയിരിക്കുന്ന തനി നാടൻ ശൈലിയല്ല. അപ്പം എന്തായാലും അവരോട് ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ ആ പാട്ടിനോടൊപ്പം ശ്രീജിത് പേരാമ്പ്ര വളരെ മനോഹരമായിട്ട് ആ പശ തേച്ച് കഴിഞ്ഞിരിക്കുകയാണ് കറുത്ത പേപ്പറിൽ. ആരെ ആയിരിക്കാം അതെ, എന്തായാലും നമുക്ക് ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന ആളുടെ ആ പിക്ചർ ആ LED വാളിൽ നമുക്കൊന്ന് കാണാം. അതോടൊപ്പം അത് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് നല്ലൊരു 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 കൈയടി കൊടുക്കാം അല്ലേ, നല്ലൊരു കൈയടി കൊടുത്തേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നു, ആയ കഥ ഞാനേ ചൊല്ലിത്തരാം. എന്തായാലും എല്ലാവരും മനസ്സിൽ ഒരു വിങ്ങലായിട്ട് നിൽക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമ, ഒരു മനുഷ്യ സ്നേഹി അല്ലേ. എന്തായാലും പ്രിയപ്പെട്ട അവതാരികയെ സ്നേഹപൂർവ്വം ഇതിലേക്ക് നമുക്ക് ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മുടെ സാലിക്കയുടെ ഒരു പിക്ചറാണ് വരച്ചിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്ക് ഇത് വാങ്ങാനായിട്ട് മകനായിട്ടുള്ള ഷാഹിനെ വേദിയിലേക്ക് വിളിക്കാം. ഈ ഒരു പിക്ചർ നമുക്ക് അഷ്റഫൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വേദിയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ നാടിൻ്റെ എല്ലാവർക്കും അറിയുന്ന സ്നേഹം കൂടിയാണ്. അഷ്റഫക്ക ഒന്ന് സ്നേഹപൂർവ്വം ഒന്ന് വേദിയിലേക്ക് ഒരു നിറ കൈയടി കൊടുത്തുണ്ട്. അഷ്റഫക്കനെ കൂടി ഒന്ന് സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അഷ്റഫൊക്കെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഷാഹിൻ എന്തായാലും നമ്മുടെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ താരമായിരുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും, അത് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞതാവേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. സലിക്കയുടെ പടമാണ്
നമുക്ക് ശ്രീജിത്ത് പേരാമ്പ്ര വരച്ചത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നല്ലൊരു ഇടം തന്നെ പ്രിയപ്പെട്ട നല്ല മനസ്സിന് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും പ്രത്യാശിക്കാം. ഒരു നിമിഷം കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു നിറ കയ്യടി എല്ലാവരും ചേർന്ന് സന്തോഷം സ്നേഹത്തോടെ ഞങ്ങൾ വിടവാങ്ങുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ശരിയായ ചാക്യാർ കൂത്തല്ല, ചാക്യാർമാരുടെ അനുവാദത്തോടു കൂടി ഇത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വേഷം കിട്ടുന്നത് അവരുടെ അനുവാദത്തോടു കൂടിയാണ്. അപ്പോൾ ശരിയായ ചാക്യാർ കൂത്തായിട്ട് ഒരിക്കലും കാണരുത്. മധുരം മലയാളം ഹാസ്യാവതരണം അത്രയേ പാടുള്ളൂ. വീണ്ടും കാണും വരെ ഗുഡ് ബൈ. സ്നേഹത്തോടെ പ്രദീപ് പുലാനി. താങ്ക് യു.